ഞാൻ ഒമേഗ 3 കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഒട്ടനവധി സംശയങ്ങളുണ്ടായിരുന്നു. ചിലത് കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ടൊക്കെ എനിക്ക് കിട്ടി. ആ സംശയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന ഒമേഗ 3 നല്ലതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ലൊരു ഒമേഗ 3 ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഞാൻ അതിനുശേഷം ആമസോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഞാനവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 79 രൂപ മുതൽ 18,000 രൂപ വരെയുള്ള ഒമേഗ 3 ആണ്. അതായത് സെയിം മെഡിസിൻ സെയിം കണ്ടൻറ്റ് ഇത്രയും ഒരു വില വ്യത്യാസം, ഏകദേശം 200 ഇരട്ടിയോളം അല്ലേ. അപ്പോൾ ആരൊക്കെ നമ്മളെ പറ്റിക്കുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൈസ് ഡിഫറൻസ് വരേണ്ട കാര്യമില്ലല്ലോ, ഒരേ മരുന്നിന് ഒരേ ക്വാണ്ടിറ്റിക്ക് ഈ ഒരു പ്രൈസ് ഡിഫറൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു ഒമേഗ 3 നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റ്. അപ്പോൾ പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് ആദ്യം ഒന്ന് കാണുക കേട്ടോ. കാര്യം അതിലാണ് നമ്മൾ ഒമേഗ 3യുടെ ഗുണങ്ങൾ, അല്ലെങ്കിൽ എത്ര ഡോസാണ് കഴിക്കേണ്ടത്, ആരൊക്കെയാണ് കഴിച്ചുകൂടാത്തത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കേണ്ടത് പ്രൈസാണ്. നമുക്കറിയാം ഇന്ന് മീനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ടല്ലേ. അപ്പം ഈ 79 രൂപയ്ക്കോ അല്ലെങ്കിൽ 100 രൂപയ്ക്കോ 150 രൂപയ്ക്കോ ഒന്നും നമുക്ക് ഈ ഫിഷിൽ നിന്ന് ഒമേഗ 3 എക്സ്ട്രാക്ട് ചെയ്തു അത് പ്രോപ്പറായിട്ട് ക്യാപ്സ്യൂളാക്കി സ്റ്റോർ ചെയ്തു ട്രാൻസ്പോർട്ട് ചെയ്ത് നമുക്ക് തരാൻ ഒരിക്കലും പറ്റില്ല. അപ്പം അങ്ങനെ കുറഞ്ഞ വിലയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒഴിവാക്കുക. മിനിമം ഒരു 500 രൂപയിൽ താഴെയുള്ള ഒമേഗ 3 ഒന്നും വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിലൊന്നും ഒമേഗ 3 ഉണ്ടാവില്ല. രണ്ട്, നമ്മൾ നോക്കേണ്ടത് ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡ്, കുറച്ച് നാളായിട്ട് അവർ മാർക്കറ്റിലുള്ള ആൾക്കാരായിരിക്കണം അല്ലേ. അല്ലെങ്കിൽ ഇപ്പം ആർക്കും ഇന്ന് ഒമേഗ 3 ഉണ്ടാക്കാം. എനിക്കാണെങ്കിൽ ഒരു ഒമേഗ 3 ഉണ്ടാക്കിയിട്ട് നാളെ പുറത്തിറക്കാം, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കുക ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡിൽ നിന്നാണ് അത് വരുന്നത്, കുറച്ച് നാളായിട്ട് അവർ മാർക്കറ്റിലുണ്ടോ. ഉദാഹരണത്തിന് ടാറ്റയുടെ 1 മില്ലിഗ്രാം, ഹിമാലയ അല്ലെങ്കിൽ മസിൽ ബ്ലേസ്, ഇവരൊക്കെ അത്യാവശ്യം ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡാണ്. ബ്രാൻഡ് നല്ലതായി എന്ന് വിചാരിച്ചിട്ട് ഒമേഗ 3 നല്ലതാണെന്നില്ല, എങ്കിലും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ചീപ്പ് പ്രൈസുള്ള സാധനങ്ങളൊക്കെ മാറ്റി ഇനി ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡ് ഉള്ള സാധനങ്ങൾ എടുത്തു. ഇനി മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാൻഡിന് തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം നോക്കണം. കാരണം ഞാൻ തന്നെ ഇപ്പം എൻ്റെ പ്രൊഡക്റ്റ് സൂപ്പറാണ് അല്ലെങ്കിൽ പ്യുവറാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അത് മൂന്നാമതൊരാൾ സർട്ടിഫൈ ചെയ്യണം, ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി അത് സർട്ടിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ അവരുടെ സൈറ്റിൽ പോയിട്ട് അവർക്ക് ഈ തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. IFOS സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവരിതിനകത്ത് ഇവർ പറയുന്ന അത്രയും ഒമേഗ 3 EPA DHA ഒക്കെ ഉണ്ടോ, എന്തെങ്കിലും മെറ്റാലിക് പോയിസൺസ് കാഡ്മിയം മെർക്കുറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും. അപ്പം അതുണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് നല്ല ഒമേഗ 3 ആണെന്ന്. പിന്നെ FSSAI സർട്ടിഫിക്കേഷൻ, അത് നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് ഇവിടെ ഒരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ആ FSSAI സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊരു നല്ല ഗുഡ് ക്വാളിറ്റി ഒമേഗ 3 ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം FSSAI സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇവിടെ ആ ഒരു സാധനം ലീഗലായിട്ട് വിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും IFOS സർട്ടിഫിക്കേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഇൻ്റർനാഷണൽ ബോഡീസിൻ്റെ സർട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. ഇനി അടുത്തൊരു കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഓൺലൈൻ സെല്ലേഴ്സ് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരൊരിക്കലും ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് അഷ്വർ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലർ ഇത് വിൽക്കുന്ന ആൾക്കാരാരാന്ന് നോക്കുക, അവരുടെ റേറ്റിംഗ് നോക്കണം. കാരണം പുതുതായിട്ട് വന്ന ഒരാളാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. കാരണം എനിക്കിപ്പം ഒരു ആമസോൺ സെല്ലറാവാം, എനിക്കിപ്പം ഒരു ചീപ്പ് പ്രൊഡക്റ്റ് വിൽക്കാം. മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റും ചിലപ്പോൾ കിട്ടും. നല്ല ബ്രാൻഡിന് ചിലപ്പോൾ നമ്മൾ 3000-5000 രൂപ കൊടുത്ത് വാങ്ങുമ്പം അത് ചിലപ്പം ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ആവാം. ആമസോണിൽ അങ്ങനെയും വരാം, പ്രത്യേകിച്ചും ഈ ഫുഡ് സപ്ലിമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെല്ലറെ കുറിച്ച് നോക്കുക. ആമസോണിൽ തന്നെ നോക്കാം, സെല്ലറിൻ്റെ ഡീറ്റെയിൽസ് കാണും. അപ്പോൾ അവർ കുറേ നാളായിട്ടുള്ളതാണോ, കുറേ അധികം പ്രൊഡക്റ്റ് ഉള്ള ആൾക്കാരാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. പിന്നെ നമുക്ക് ഈ ആമസോണിൽ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റിൽ പോകാൻ പറ്റും പലപ്പോഴും. ഇപ്പം മസിൽ ബ്ലേസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സൈറ്റിൽ പോവുക, അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് ജെന്യൂനാണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം. പിന്നെ പലർക്കും ഉള്ളൊരു സംശയമായിരുന്നു, അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡോസ് അത്രയും മതിയോ, കൂടുതൽ കഴിക്കണം എന്നുള്ള കാര്യമൊക്കെ. ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ ഡോസ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനൊന്നുകൂടി പറയാം. നമ്മളെന്തിനാണ് ഇത് കഴിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു ജനറൽ ഹെൽത്തിന് വേണ്ടിയിട്ട് വേറൊരു സപ്ലിമെൻ്റായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഒരു 250 മുതൽ 500 EPA + DHA വേണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹാർട്ട് ഹെൽത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു എയിം ഉണ്ടെങ്കിൽ നമുക്കൊരു 1000 വരെ പോകാം. പിന്നെ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണ്, മസിൽ സോർനെസ് കുറയ്ക്കാനാണ് അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ കുറയ്ക്കാനാണ് എങ്കിൽ ഏകദേശം ഒരു 2500 മുതൽ 4000 വരെ കഴിക്കാം. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2000 മുതൽ 4000 വരെയൊക്കെ എടുക്കാറുണ്ട്. അതുപോലെ സ്ത്രീകൾ, PCOD ഉള്ള ആൾക്കാർ, പെരിമോനോപോസൽ ഏജിലുള്ള ആൾക്കാരൊക്കെ എടുക്കുകയാണെങ്കിൽ അതും ഏകദേശം ഒരു ഹയർ ഡോസ് 2000-3000 വരെയൊക്കെ എടുക്കാം. എപ്പോഴും നമ്മളൊരു 3000-ൽ കൂടുതലൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഡോക്ടറുടെ അഡ്വൈസ് സ്വീകരിച്ചിട്ട് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരായാലും, ഏതെങ്കിലും ആസ്പിരിനോ ക്ലോപ്ലെറ്റോ അല്ലെങ്കിൽ വാർഫോ ഒക്കെ കഴിക്കുന്ന ആൾക്കാർ എപ്പോഴും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഈ ഒമേഗ 3 ഹയർ ഡോസിൽ എടുക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഒമേഗ 3യുടെ ബോട്ടിൽ നോക്കുമ്പോൾ തന്നെ ഒരു കമ്പനിക്ക് തന്നെ പല രീതിയിലുള്ള ഒമേഗ 3 ഉണ്ട്. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിൻ ഹെൽത്ത് ആകുമ്പോഴത്തേക്ക് DHA കൂടുതൽ വേണം. ഇനി ജോയിൻറ്റ് പെയിൻ കുറയ്ക്കാനോ അല്ലെങ്കിൽ മസിൽ സോർനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു എമൗണ്ടിൽ ഈ EPA DHA ഉള്ള പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് നമ്മൾ എന്തിനാണ് കഴിക്കുന്നത് നോക്കുക, ആ ഒരു എമൗണ്ടുള്ള
ഒമേഗ 3 വാങ്ങുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒമേഗ 3 വരുന്നത് 2 ഫോമിലാണ്. ഒന്ന് ട്രൈഗ്ലിസറൈഡ് ഫോമിലും ഒന്ന് ഈഥൈൽ എസ്റ്റർ ഫോമിലും. അത് ഈ ബോട്ടിലിൻ്റെ പുറത്ത് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കില്ല. ഈ ട്രൈഗ്ലിസറൈഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രോസസ്സ് ചെയ്തതാണ്. അപ്പം അതാകുമ്പോഴത്തേക്ക് ബോഡിയിൽ വളരെ പെട്ടെന്ന് അബ്സോർവ് ആവും. പക്ഷേ ഈഥൈൽ എസ്റ്റർ ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്ര പ്യൂർ അല്ല, മാത്രമല്ല അബ്സോർപ്ഷൻ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രൈഗ്ലിസറൈഡ് ഫോമുള്ള സാധനം വാങ്ങുക. ഇപ്പോൾ നമ്മൾ ബോട്ടിലെടുത്ത് നോക്കുമ്പോഴത്തേക്കതിനകത്ത് ട്രൈഗ്ലിസറൈഡ് ഫോം എന്നോ അല്ലെങ്കിൽ RTG ഫോം എന്നോ ഒക്കെ എഴുതിയിരിക്കും, അല്ലെങ്കിൽ ഈഥൈൽ എസ്റ്റർ എന്ന് എഴുതിയിരിക്കും, അല്ലെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം അത് ഈഥൈൽ എസ്റ്റർ ഫോമാണ്, ചീപ്പാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ആൾക്കാർക്ക് പൊതുവെ പറ്റുന്നൊരു അബദ്ധമാണ്, എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അതായത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ കോഡ് ലിവർ ഓയിലും ഈ ഫിഷ് ഓയിലും ഒന്നാണെന്നാണ്. എന്നാൽ രണ്ടും രണ്ടാണ്. അതിന് കുറച്ച് ഡേഞ്ചർ സൈഡുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഫിഷ് ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹോൾ ഫിഷ്, ഇതിപ്പം അയലയെന്നോ മത്തിയെന്നോ സാൽമണിൽ നിന്നൊക്കെ ഹോൾ ഫിഷിൽ നിന്ന് എടുക്കുന്നതാണ്. അതാണ് ഒമേഗ 3 നമ്മൾ സാധാരണ കിട്ടുന്നത്. ഇനി കോഡ് ലിവർ ഓയിൽ എന്ന് പറയുമ്പം കോഡ് എന്ന് പറയുന്ന ഫിഷിൻ്റെ ലിവറിൽ നിന്ന് എടുക്കുന്നതാണ്. അതിനകത്ത് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. സാധാരണ ഈ കോഡ് ലിവർ ഓയിൽ ഈ ഒമേഗ 3, അതായത് EPA + DHA എന്ന് പറയുന്നത് ഏകദേശം 200 മുതൽ 300 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 1000 വേണമെങ്കിൽ ഞാൻ 3-4 ഗുളിക കഴിക്കേണ്ടി വരും. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ഉണ്ട്. ഈ വൈറ്റമിൻ എയും ഡിയും എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ്. അതായത് നമ്മളെ ബോഡിയിൽ നിന്ന് അത് പോവില്ല. നമ്മൾ സാധാരണ ബി വൈറ്റമിൻസ്, ബി കോംപ്ലക്സ് ഒക്കെ ആണെങ്കിൽ യൂറിനിൽ കൂടെ എക്സസ് ഉണ്ടെങ്കിൽ യൂറിനിൽ കൂടെ പോകും. പക്ഷേ ഇത് ഫാറ്റ് സോലുബിൾ ആയതുകൊണ്ട് നമ്മളെ ബോഡിയിൽ തന്നെ കിടക്കും. അപ്പോൾ ഈ ഒരുപാട് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും നമ്മളെ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ബോഡിക്ക് ടോക്സിനാണ്. അപ്പം ഈ കോഡ് ലിവർ ഓയിലാണ് വാങ്ങി കഴിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും ആലോചിക്കുക, അത് ഒരുപാട് കഴിക്കാൻ പാടില്ല. 2-3 ക്യാപ്സൂൾ കഴിക്കാൻ പാടുള്ളൂ. കാരണം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വൈറ്റമിൻ ടോക്സിസിറ്റി വരും. ഇനി വെജിറ്റേറിയൻസിൻ്റെ കാര്യമാണ് പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ഈ റീലിലോ അല്ലെങ്കിൽ പരസ്യത്തിലൊക്കെ കാണും വാൽനട്ടിൽ നിന്ന് എടുത്തത്, ഫ്ലാക്സീഡിൽ നിന്ന് എടുത്ത ഈ ഒമേഗ 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ആലോചിക്കുക. അതായത് നമ്മൾ പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്നത്, ഇപ്പം വാൽനട്ടിൽ നിന്നായാലും ചിയ സീഡ്സിൽ നിന്നായാലും കിട്ടുന്നത് ഏലയാണ്. അത് നമ്മളെ ബോഡിയിൽ വളരെ കുറച്ച് മാത്രമേ കൺവേർട്ട് ആവുകയുള്ളൂ, ഏകദേശം 5 മുതൽ 10%. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ഒമേഗ 3 വാങ്ങിയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒമേഗ 3 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാക്സീഡോ വാൽനട്ടോ കഴിച്ചിട്ട് കാര്യമില്ല. കാരണം വളരെ കുറച്ച് മാത്രം, 5 മുതൽ 10% എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രം നമ്മുടെ ബോഡിയിലോട്ട് അത് അബ്സോർബ് ആവുകയുള്ളൂ. അപ്പം നമ്മളെപ്പോഴും ബോട്ടിൽ നോക്കുക, ഈ പ്ലാന്റ് പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ നമ്മളത് വാങ്ങാതിരിക്കുക. അപ്പോൾ ഈ വെജിറ്റേറിയൻസിന് അല്ലെങ്കിൽ ഫിഷ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കൊക്കെ വേറെ ഓപ്ഷൻ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഒമേഗ 3 ഉണ്ട്. അവിടെ നമ്മൾ നോക്കുക അത് തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് ഉണ്ടോ, അതുപോലെ ഈ കാഡ്മിയം, മെർക്കുറി ഇതിൻ്റെയൊക്കെ പോയിസൺ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം നമ്മൾ നോക്കുക. അതിൽ EPA DHA ഉണ്ട്, അത് എത്രയാണെന്ന് എമൗണ്ട് നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫിഷിൽ നിന്നുള്ള ഒമേഗ 3, അതായത് നമ്മൾ ആങ്കോവി അല്ലെങ്കിൽ മത്തി, അയല ഇതിൽ നിന്നുള്ള ഒമേഗ 3 ആണെങ്കിൽ നല്ലതാണ്. കാരണം അതിൽ മെർക്കുറി പോയിസണിങ് കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒമേഗ 3 വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, വളരെ ചീപ്പായിട്ടുള്ള ഒമേഗ 3 വാങ്ങാതിരിക്കുക. രണ്ടെന്ന് വെച്ചാൽ നല്ലൊരു റെപ്യൂട്ടഡ് ബ്രാൻഡായിരിക്കുക. 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാൻഡിന് ഇതിനൊക്കെ തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് ഉണ്ടോ, വെറും ബ്രാൻഡായിട്ട് മാത്രം കാര്യമില്ല, ആ തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് ഉള്ള പ്രൊഡക്റ്റ് ആണോ എന്നുള്ള കാര്യം നോക്കുക, അവരുടെ സൈറ്റിൽ പോയി നോക്കുക. പിന്നെ ആമസോണിലെ സെല്ലർ ആരാന്ന് നോക്കുക, വെറുതെ ആരുടെ നിങ്ങൾ വാങ്ങാതിരിക്കുക. ആമസോൺ എന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്, നമ്മൾ ഒരിക്കലും ഈ ഫുഡ് സപ്ലിമെൻറ്റിൽ അതിനെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ട്രൈഗ്ലിസറൈഡ് ഫോം ആണോ നോക്കുക. പിന്നെ നമ്മൾ എന്തിനാണോ ഒമേഗ 3 കഴിക്കുന്നത്, ഹാർട്ട് ഹെൽത്തിനാണോ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്ക് മസിൽ സോർനെസ് കുറയ്ക്കാനാണോ, അല്ലെങ്കിൽ ഹോർമോണൽ പ്രശ്നത്തിന് വേണ്ടിയാണോ എന്നൊക്കെ നോക്കുക. അതിനനുസരിച്ചുള്ള എമൗണ്ടുള്ള EPA DHA വാങ്ങുക. പിന്നെ നമ്മളെ പ്ലാന്റിൽ നിന്നുള്ള പ്രൊഡക്റ്റ്, നമ്മളെ ഫ്ലാക്സീഡ് അല്ലെങ്കിൽ വാൽനട്ട് ഇതിൽ നിന്നുള്ള ഒമേഗ 3 ഏലയാണ്, അത് വാങ്ങാതിരിക്കുക. ആൽഗൽ സപ്ലിമെൻറ്റ് കിട്ടും, അത് വാങ്ങുക. പിന്നെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അയലയും മത്തിയും അല്ലെങ്കിൽ നെത്തോലിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഓഫ് ഒമേഗ 3 പ്യൂറായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മളെപ്പോഴും ഫുഡിൽ നിന്ന് എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ് വളരെ കുറച്ച് മതി. ആഴ്ചയിലൊരു 3-4 ദിവസം ഫിഷ് കഴിക്കാമെങ്കിൽ അത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഒമേഗ 3 കിട്ടും. അത് നമ്മളാദ്യം നോക്കുക, എന്നിട്ട് മതി നമ്മൾ സപ്ലിമെൻറ്റിൻ്റെ കാര്യം നോക്കേണ്ടത്. ഇനിയും നിങ്ങൾക്ക് ഒമേഗ 3 കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒമേഗ 3 വാങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു നല്ല ഹെൽത്തി വീഡിയോയുമായിട്ട് കാണാം.